നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയ വാർത്ത തെല്ലൊരു അമ്പരപ്പോടെയാണ് നമ്മൾ കേട്ടത്. 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ പ്രദേശത്തെ ആദ്യത്തെ അധിനിവേശമായിരുന്നു ഇത്. 1200 ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും 240 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. അയൺ ഡോമിനെ പോലും നിശ്ചലമാക്കിയ ആ കടന്നുകയറ്റത്തിന് ഒരു വർഷം പൂർത്തിയാകാറാകുകയാണ്. ഇപ്പോഴും സംഘർഷത്തിന് കുറവില്ല എന്ന് മാത്രമല്ല, ഇത് യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഹമാസിന്റെ സഹായത്തിന് ഇറാന്റെ സഹായത്തോടെ ഹിസ്ബുള്ള കൂടി എത്തിയതോടെ ഇസ്രയേൽ ലെബനൻ ചുട്ടെരിച്ചിരുന്നു. പക്ഷേ യുദ്ധം അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ഇടപെടുകയാണ്. ഇറാന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യയും ഇസ്രയേലിനെതിരെ പടയൊരുക്കം നടത്തുന്നു. ഇറാൻ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള അനുകൂല പത്രങ്ങളിലൊന്നും തന്നെ യുദ്ധത്തിന്റെ യഥാർത്ഥ സ്ഥിതിയോ യുദ്ധചിത്രങ്ങളോ കൊടുക്കുന്നില്ല. പകരം പരിഷ്കരണ അനുകൂല മിതവാദി ദിനപത്രങ്ങൾ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ UN നടത്തിയ പ്രസംഗത്തിലേക്കാണ്. ഹിസ്ബുള്ളയിലെ ഉന്നത കമാൻഡർമാരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതുകൊണ്ടൊന്നും ഇറാൻ പിന്തുണയുള്ള ലെബനൻ തീവ്രവാദ ഗ്രൂപ്പിനെ മുട്ടുകുത്തിക്കാൻ കഴിയില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുന്നത്. എന്നാൽ നേരിട്ട് യുദ്ധഭൂമിയിലേക്ക് എത്താൻ ഇറാന് ഉദ്ദേശമില്ല. മുസ്ലിം രാഷ്ട്രങ്ങളോട് ഇറാൻ നടത്തുന്ന അഭ്യർത്ഥന ദൂതന്മാരെ പുറത്താക്കുക, ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിന്റെ അന്തിമ വിജയം ഹിസ്ബുള്ളയും പ്രതിരോധത്തിന്റെ അച്ചുതണ്ടുമായിരിക്കും എന്നാണ് ഖമേനിയെ ഉദ്ധരിച്ച് ഇറാനിയൻ പത്രങ്ങളിൽ വലിയ തലക്കെട്ടുകളോടെ വാർത്തകൾ വരുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്, ഹംഷ്-ഹാരി, ഇറാൻ, ജെയിംജ എന്നിവയുടെ ധനസഹായത്തോടെയുള്ള ജാവാൻ പോലുള്ള മറ്റ് യാഥാസ്ഥിതിക പ്രസിദ്ധീകരണങ്ങളും സംഘർഷത്തിന്റെ മാനുഷിക പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കാതെ ഖമേനിയുടെ അന്തിമ വിജയത്തിന്റെ ഉറപ്പിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇറാന്റെ ഇടനിലയിൽ നടന്ന രഹസ്യ ചർച്ച പ്രകാരം യമനിലെ വിമത സായുധ സംഘമായ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ സമ്മതിച്ചതായാണ് വിവരം. സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകളായ യാക്കോൻഡ് ആണ് ഹൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. മാരക പ്രഹരശേഷിയുള്ള ഈ ഭൂതല മിസൈലുകളെ P-800 ഓനിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കപ്പൽവേധ മിസൈലുകളാണ് ഇവ. ഈ വർഷം 2 തവണ ഹൂതികളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായാണ് വിവരം വരുന്നത്. മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചയെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300 കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളും ഹൂതികൾക്ക് കൈമാറാൻ ആലോചന നടക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ലെബനാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധ ഇടപാടിന് കൂടുതൽ പ്രാധാന്യമേറുക തന്നെയാണ്. റഷ്യ ഹൂതികൾക്ക് യാക്കോൻഡ് മിസൈലുകൾ നൽകുകയാണെങ്കിൽ അത് മേഖലയിലെ സുരക്ഷയെ ഒന്നാകെ ബാധിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പശ്ചിമേഷ്യയിലെ US നിരീക്ഷണം കടന്ന് മിസൈലുകൾ ഹൂതികൾക്ക് കൈമാറുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്നതു മാത്രമാണ് കുറച്ചൊരു ആശ്വാസം. ഹൂതി ഭീഷണിയിൽ കഴിഞ്ഞ നവംബർ മുതൽ തന്നെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. ഇതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ശതകോടികളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചെങ്കടൽ പാത ഒഴിവാക്കി എത്രയോ ദൂരം ചുറ്റിത്തിരിഞ്ഞാണ് ഇപ്പോൾ കപ്പലുകൾ ഇസ്രയേലിലേക്ക് എത്തുന്നത്. ഇതോടെ ഉപരോധം മറ്റ് സമുദ്രപാതകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഹൂതികൾ ഇപ്പോൾ. ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്കു ഗതാഗതത്തിനെതിരെയും ഹൂതികൾ ഭീഷണി മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. അദാനി, അംബാനി കമ്പനികളെ ഉൾപ്പെടെ ഇത് വലിയ തോതിലാണ് ബാധിക്കുന്നത്. ഈ മാസം ആദ്യത്തിൽ മധ്യ ഇസ്രയേൽ ലക്ഷ്യമിട്ടും ഹൂതി മിസൈൽ ആക്രമണം നടന്നിരുന്നു. ലൂദിലെ ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മിസൈൽ പതിച്ചത്. ഹൈപ്പർസോണിക് മിസൈലാണ് ഇതെന്നാണ് ഹൂതികൾ പറയുന്നത്. അതിർത്തി കടന്നുള്ള ഹൂതി ആക്രമണം ഇസ്രയേലിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഗാസയിലും ലെബനനിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിർസാദെ മുസ്ലിം രാജ്യങ്ങളോട് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണം എന്നും അംബാസഡർമാരെ പുറത്താക്കണമെന്നും ഭരണകൂടത്തിന്മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചു. ഇതിനിടെ ഹൂതി മേധാവി അബ്ദുൽ മാലിക് അൽ ഹൂത്തിയും മുസ്ലിങ്ങളോട് യുദ്ധത്തിന് തയ്യാറാകാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കരയാക്രമണം ആസന്നമായിരിക്കുകയാണെന്ന് IDF മേധാവി ഹെർസി ഹലവി ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പും നൽകി. ഹിസ്ബുള്ളയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഇസ്രയേൽ സൈന്യം തയ്യാറാണെന്നാണ് ഹലേവി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ യുദ്ധം തീരുന്ന മട്ട് കാണുന്നില്ല എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയ്ക്കൊപ്പം ഹൂതികൾ കൂടി ഇറങ്ങുന്നു.
ഹൂതികൾക്ക് സഹായത്തിനായി റഷ്യയും വന്നതോടുകൂടി യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. മലയാളി വാർത്ത